ഒരാള് നല്ലവനായിരിക്കുന്നത് കൊണ്ട് മാത്രം അയാൾക്ക് ജീവിതത്തിൽ ജയിക്കാൻ കഴിയൂ? അഥവാ ഓവർ നല്ലവനായാൽ തന്നെ അത് നമ്മുടെ നാശത്തിന് കാരണമാവൂ? ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഹാഭാരതത്തിലെ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ക്യാരക്ടർ ആയിട്ടുള്ള കർണനെ പറ്റിയിട്ടാണ്. കർണൻ ജനിച്ചത് ഒരു രാജകുമാരനായിട്ടാണെങ്കിലും വളർന്നത് ഒരു സൂതപുത്രനായിട്ടാണ്. കർണന്റെ ജീവിതം മുഴുവൻ ഒരു ആക്സെപ്റ്റ് ചെയ്യപ്പെടാത്ത ജീവിതമായിരുന്നു. ടാലന്റ് ഉണ്ടായിരുന്നു, സ്കിൽ ഉണ്ടായിരുന്നു, ബട്ട് സൊസൈറ്റി കർണനെ തള്ളിപ്പറയാണ് ചെയ്തത്. ഒരു ദിവസം ഇന്ദ്രൻ ഭിക്ഷക്കാരന്റെ വേഷത്തിൽ വന്നിട്ട് കർണന്റെ കവചകുണ്ടലം ഭിക്ഷയായി ചോദിച്ച സമയത്ത് കർണൻ അറിയാമായിരുന്നു അത് തനിക്ക് ദോഷകരമായി തീരുമെന്നും താൻ യുദ്ധത്തിൽ മരിക്കുമെന്നും. എന്നിട്ടും കർണൻ പറഞ്ഞത് എന്നിൽ നിന്നും ഒരു ഭിക്ഷക്കാരൻ നിരാശയോടെ മടങ്ങരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ കർണൻ തന്റെ രക്ഷയായിട്ടുള്ള കവചകുണ്ടലം ആ ഒരു ഭിക്ഷക്കാരന്, അതായത് ഇന്ദ്രന് ഭിക്ഷയായി കൊടുക്കുകയും ചെയ്തു. ഇനി ഞാൻ എന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇതൊരു മഹാദാനമാണോ അതോ ബുദ്ധിയില്ലാത്ത ചില ഓവർ ഇമോഷൻസിന്റെ പുറത്തെടുത്ത ഡിസിഷൻ ആണോ? കർണൻ അറിയാമായിരുന്നു തനിക്ക് ഹാനികരമാണെന്ന്, എന്നിട്ടും തന്റെ രക്ഷ കർണൻ കൊടുത്തു. അതുകൊണ്ട് നഷ്ടമാർഗം സംഭവിച്ച് കർണന് തന്നെയാണ്. അതുപോലെ തന്നെയല്ലേ നമ്മളും നമ്മുടെ ലൈഫിൽ ചില സമയത്ത് നമ്മളെ യൂസ് ചെയ്യുന്നവരാണെന്ന് അറിഞ്ഞിട്ടും അവർക്ക് വേണ്ടുന്നതെല്ലാം നമ്മൾ എന്നിട്ടും നമ്മളെ മറന്നു കൊടുക്കുന്നില്ലേ? ഓവർ നല്ലവനാവുന്നതും അത്ര നല്ലതല്ല. മേ ബി ചിലപ്പോൾ നമ്മുടെ അഹങ്കാരമായിരിക്കും, ഞാൻ എത്ര നല്ലവനാണെന്ന് പ്രൂവ് ചെയ്യാനുള്ള നമ്മുടെ അഹങ്കാരം. ബട്ട് അതുകൊണ്ട് ദോഷം നമുക്കാണെന്നുള്ള റിയലൈസേഷൻ ഉണ്ടെങ്കിൽ ഓവർ നല്ലവനാവാണ്ടിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. ഇനി നിങ്ങളാണ് കർണന്റെ സ്ഥാനത്ത് നിന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ രക്ഷ കൊടുക്കുമായിരുന്നോ അതോ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം കയ്യിൽ തന്നെ സൂക്ഷിക്കുമായിരുന്നോ? കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഓക്കെ, ബൈ.